Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കാപ്പിമലയിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട അഞ്ജു മാത്യുവിന്റെ മൃതദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം നടന്നത്. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ഭർത്താവുമൊത്ത് കാപ്പിമല മഞ്ഞപ്പുല്ലിലെത്തിയതായിരുന്നു അഞ്ജു. അവിടെ വെച്ചാണ് ഇടിമിന്നലേറ്റത്. ഉടനെ കരുവഞ്ചാലിലുള്ള ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയും പേരാവൂർ കോളയാട് സ്വദേശിനിയുമാണ് മരണപ്പെട്ട അഞ്ജു മാത്യു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം അഞ്ജു നേരത്തെ ജോലി ചെയ്തിരുന്ന പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടിമിന്നൽ അപകടത്തിൽ യുവതി മരണപ്പെട്ട സംഭവം. ഇടിമിന്നലും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർ പുലർത്തേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണൻ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതി ഇടിമിന്നലേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് അവിടേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ സംസാരിക്കാനായി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണൻ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ആ യുവതിയുടെ പോസ്റ്റ്മോർട്ടം അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്നലെ വൈകുന്നേരം 4:15 ദാരുണമായ ഒരു സംഭവം മഞ്ഞപ്പുല്ല് പൈതൽമല സംഭവിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറിയ സോനു സെബാസ്റ്റ്യനും അഞ്ജുവിനും പെട്ടെന്നൊരു ഇടിയും മഴയും, ഒരു ഇടി ഒരു മിന്നൽ, അതിലൊരു ഷോക്കേൽക്കുകയും രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവ് സോനുവിനും കൂടിയുണ്ടായ വാച്ചർ സതീശനും പരിക്കേൽക്കുകയും അവരെ നമ്മൾ കരുവഞ്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിദാരുണമായ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നു. ഇന്നലത്തെ സംഭവത്തോട് നമ്മൾ മനസ്സിലാക്കിയത് വെച്ചാൽ ഈ പുൽമേട്ടിൽ ഏത് സമയത്താണ് കാലാവസ്ഥ മാറി മഴ ഇടി വരുമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കൂടുതൽ ടൂറിസ്റ്റുകളെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് കാണിക്കണം. കുറച്ചും കൂടി കുറച്ച് കെയർ ചെയ്യണം. കാരണം ഇന്നലെ ഉണ്ടായ മിന്നൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ട് കണ്ടതിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഓർണമെൻറ്റ്സ് കഴിയുന്നത് ഒഴിവാക്കുക. ഓർണമെൻറ്റ്സ് ഗോൾഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് ഉരുകി ചെറിയൊരു മുറിവുണ്ടായതിനാണ് മരണകാരണം എന്നാണ് ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായത്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ കഴിയുന്ന ഓർണമെൻറ്റ്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഒറ്റയ്ക്ക് പോകാതെ നമ്മുടെ ഗൈഡുകളുടെ സംരക്ഷണത്തോടു കൂടി പോകുക. മഴ ഇടി കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങുക. നിർദ്ദേശം കൃത്യമായി പാലിക്കുക. യാതൊരു അലേർട്ടും ഉണ്ടായിരുന്നില്ല ഇന്നലെ, അല്ലേ? പ്രത്യേകിച്ച് ആ ഒരു സമയം ഏകദേശം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവരങ്ങോട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു അലേർട്ട് ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റ് സഞ്ചാരികൾ ഇതുപോലെ കയറി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതെ, ഇന്നലെ ഒരു റെഡ് അലർട്ടോ യെല്ലോ അലർട്ടോ ഒരു അലർട്ടും ഇന്നലെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അവിടെ കാലാവസ്ഥ മൂടി. ഞാൻ പറഞ്ഞില്ല, ഒരു മിന്നൽ, ഒരു ഇടി, ചെറിയൊരു മഴ. ആ ഒരു മിന്നലിനാണ് ആ സ്ത്രീക്ക് ആ ഷോക്കേൽക്കുകയും ഭർത്താവിനടക്കം പരിക്കേറ്റത്. എന്താ, അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇന്നലെ അവിടെ സെക്യൂരിറ്റി ഗാർഡും അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവരുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് മിന്നൽ ഏറ്റത്. നമ്മൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു. ഗൈഡിനടക്കം പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ ആലക്കോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഹസ്ബൻഡിനും ചെറിയ പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ട് ഒരു ടെറൈനും
ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. കാരണം താഴെ നിന്ന് ഫോൾഡബിൾ സ്ട്രക്ചർ എടുത്ത് സ്റ്റാഫ് മുകളിലെത്തിച്ചാണ് അവരെ താഴെ ഇറക്കേണ്ടി വന്നത്. വാഹനം മുകളിൽ എത്താത്തത് ചെറിയൊരു തിരിച്ചടിയായി പോയി. എന്തായാലും മഴക്കാലമാണ്. എല്ലാ വിനോദസഞ്ചാരികളും അത്രയും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉയരങ്ങൾ തേടി പോകുമ്പോൾ അത്ര തന്നെ അപകടവും പതിയിരിക്കുന്നുണ്ടാവും. എല്ലാവരും ജാഗ്രതയോടെ വേണം എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും പോകാൻ വേണ്ടി. ക്യാമറമാൻ പ്രണവ് പെരുവാന്തിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ KT മാധവൻ ചുമതലയേറ്റു. മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമാണ് ഡോക്ടർ KT മാധവൻ. ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവും, അങ്ങനെയുള്ള രീതിയിൽ ഹോസ്പിറ്റലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സർവാത്മന സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് വേണം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ KT മാധവൻ ചുമതലയേറ്റു. മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമായ ഇദ്ദേഹം തളിപ്പറമ്പ് സ്വദേശിയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നുവെന്നും പാവപ്പെട്ടവർക്ക് പരമാവധി സേവനങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഡോക്ടർ KT മാധവൻ പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി സൂപ്രണ്ടായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ K സുദീപ് ചുമതലകൾ ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ KT മാധവനെ സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികളും ജീവനക്കാരും തമ്മിൽ മികച്ച സൗഹൃദ അന്തരീക്ഷം ഉറപ്പുവരുത്തുമെന്ന് പുതുതായി ചുമതലയേറ്റ സൂപ്രണ്ട് ഡോക്ടർ KT മാധവൻ. ഇതിനായി രോഗികളോടും അവരുടെ കൂട്ടിരിപ്പുകാരോടുമുള്ള ജീവനക്കാരുടെ പെരുമാറ്റം കൂടുതൽ മയപ്പെടുത്താനും അനുഭാവപൂർണ്ണമാക്കാനും ആവശ്യമായ കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുവെ മെഡിക്കൽ കോളേജ് ജീവനക്കാരും രോഗികളും തമ്മിൽ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുവരും? പൊതുജനങ്ങളും ഡോക്ടർമാരും അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരും തമ്മിൽ അത്ര ഒത്തൊരുമയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒത്തൊരുമയുണ്ട്, പക്ഷെ അവരിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ ആ ജീവനക്കാർക്ക് മതിയായ പരിഗണന രോഗികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവരുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് രോഗികളുടെ കണക്കിന് ആനുപാതികമായിട്ട് നഴ്സുമാരും മറ്റുള്ള അറ്റൻഡർമാരും ട്രോളി ഉന്തുന്നവരും അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം അത് കൂടണം. കൂടുതൽ രോഗികൾ വരുമ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ എങ്ങനെ സേവനം കൊടുക്കണം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടേണ്ടി വരും, എക്വിപ്മെൻറ്റ് കൂട്ടേണ്ടി വരും. അപ്പം പിന്നെ അവരുടെ മരുന്നുകൾ കൊടുക്കണമെങ്കിൽ മരുന്നുകൾ നമുക്ക് ലഭ്യമാകണം. ആ മരുന്ന് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ അടുത്ത് കാശിൻ്റെ അഭാവം. കാശ് കൊടുത്തില്ലെങ്കിൽ മരുന്ന് കിട്ടില്ല. കാശ് എങ്ങനെ കിട്ടണം? പല ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഇപ്പോൾ HDS ആണ് അവർ തരുന്നത് വരെ. അത് ആ കാശ് നമുക്ക് കിട്ടാനുണ്ട്. ആ കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട മരുന്നുകളും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ ഒരു സീനിയർ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ഒരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ നമുക്ക് 2 തരം നോക്കാനുണ്ട്. ഒന്ന്, അത്യാഹിത വിഭാഗത്തിൽ രോഗി പരിചരണം. അതാണ് നിങ്ങൾക്ക് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ PG സീറ്റ്സ്, PGസിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ PGs ആണ് പിന്നീട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ജില്ലാ ആസ്പത്രിയിലൊക്കെ വർക്ക് ചെയ്യേണ്ട PGs ആണ്, എമർജൻസി മെഡിസിൻ PGs. ഇപ്പം 4 സീറ്റുണ്ട്. ഇതിനു മുമ്പ് 2 സീറ്റായിരുന്നു. ഇവരൊക്കെ പഠിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ സ്ഥാപനം. അപ്പം അവർക്ക് പരിശീലനം കൊടുക്കുന്നതോടൊപ്പം ഈ രോഗി പരിചരണം നടക്കണം. നമ്മൾ നേരെ ഒരു സീനിയർ നോക്കിയില്ല എന്ന് പറയുന്നതിന് പകരം സീനിയറും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാൻ, അല്ലാണ്ട് നേരെ പോയി ഒരു സീനിയർ നോക്കാൻ പറ്റില്ല. അത് ആ സിസ്റ്റം അങ്ങനെയല്ല. സിസ്റ്റത്തിൽ PG ഡോക്ടർ നോക്കും. അവർക്ക് സംശയം ഉണ്ടെങ്കിലും അവരെ ഗൈഡ് ചെയ്യുക സീനിയർ ഡോക്ടർ. അതിൻ്റെ ആവുന്നത്ര അത് ചെയ്യും. സീനിയർ ഡോക്ടറുടെ കുറച്ച് അഭാവമുണ്ട്, ആവുന്നത്ര അത് പരിഹരിക്കും. താവം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്രവൃത്തിക്ക് ശേഷം റോഡിലെ കുഴി പൂർണ്ണമായും മൂടിയില്ല. ഇതുവഴിയുള്ള യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്.
ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചെറുകുന്ന് താവം ദാലിർ റോഡ് റെയിൽവേ ഗേറ്റിൽ അപകടം പതിയിരിക്കുന്നു. റെയിൽവേ ഗേറ്റിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തിയിട്ട് ആഴ്ചകൾ ഏറെയായെങ്കിലും അപ്രോച്ച് റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിൽ ജില്ലിക്കല്ലുകളും പഴയ ടാറിങ്ങിന്റെ അവശിഷ്ടങ്ങളും നിരത്തിയ അവസ്ഥയിലാണ്. സ്ലാബുകൾക്കിടയിലെ വിടവ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരും ഓട്ടോറിക്ഷകളുമാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. വാഹനത്തിന്റെ ടയറുകൾ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്നതായും പരാതിയുണ്ട്. ഈ റെയിലിന്റെ ഗ്യാപ്പ് നിങ്ങൾ ആരാണ് പണിയെടുത്തവർ അത് ചെയ്തു തരുന്നത്. ഒരുപാട് ഡേഞ്ചർ അവസ്ഥയാണ്. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഏരിയ. അതൊരു അപ്പൊ ക്ഷേത്രമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം 2 ക്ഷേത്രങ്ങളും അത് ജനങ്ങൾ തൊഴുവാൻ പറ്റുന്നവർ മുന്നിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചർ അവസ്ഥ. ഇവിടെ ടാറിംഗ് നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 LSS USS വിജയികൾക്കുള്ള അനുമോദനം വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും പി സന്തോഷ് കുമാർ MP നിർവഹിച്ചു. ഈ വിജയത്തിന് അവരെ പ്രാപ്തരാക്കിയ സ്കൂളിലെ ബഹുമാനരായ അധ്യാപകരും ഇതര ജീവനക്കാരുമുണ്ട്. സർവോപരി രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവർക്കെല്ലാം പ്രോത്സാഹനമായി നിന്ന ചുറ്റുപാടുള്ള ധാരാളം മനുഷ്യർ. ഈ വിജയത്തിൽ കുട്ടികളുടെ പങ്കിനൊപ്പം നമ്മൾ അവരെ ആരെയും മറന്നുകൂടാ. അധ്യാപകർ ഉൾപ്പെടെ ഈ വലിയ വിജയത്തിന് ഇവരെ പര്യാപ്തരാക്കിയ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്യാമള P അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീജ BN, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഷീബ, കൗൺസിലർമാരായ രാധ KV, പ്രസീത PK, രജിത P, സുമ NV, KV മോഹനൻ, SMC ചെയർമാൻ M പ്രസാദ്, PTA പ്രസിഡന്റ് പ്രദീപൻ PP, സുജിത അനീഷ്, അനിൽകുമാർ OK, സുരേശൻ P, ദീപക് KK, ഹെഡ് മിസ്റ്റേഴ്സ് ഫായിസ B TP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെയും മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മഞ്ഞപ്പിത്തം പടരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരിക്കുകയാണ്. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായി എന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് TV ചന്ദ്രൻ തങ്ങൾ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു യോഗത്തിൽ തീരുമാനമായത്? യോഗത്തിൽ പ്രിൻസിപ്പളും അതുപോലെ തന്നെ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും യുവത ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകാരും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രതികളെല്ലാം പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായത് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് അല്പം പോലും മുന്നോട്ട് പോകാത്ത വിധത്തിലുള്ള ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലെടുക്കണം. അതുപോലെ തന്നെ അതിന് എല്ലാവിധ കാര്യങ്ങളിലും പരിശോധനകൾ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുകയും പടരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഓരോ ദിവസവും ആലോചിച്ച് എത്രത്തോളം നടപ്പിലായി എന്നുള്ളതിന് ഒരു പരിശോധന കൂടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ പിരിഞ്ഞത്. നിലവിൽ എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു 3 കേസാണ് ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തി? ഉറവിടം എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താനാവുന്ന പ്രവർത്തനങ്ങൾ നാളെയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ രോഗികളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒരു അവശതയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളരെ സേഫായിട്ടുള്ള സ്റ്റേജിലുള്ളത്. പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധത്തിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള എല്ലാ മുൻകരുതലുകളും ജാഗ്രതകളും ഇവിടെ എടുത്തിട്ടുണ്ട്. വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ചരമവാർഷിക സ്മൃതി സംഗമം പുറച്ചേരി കേശവ തീരത്ത് നടന്നു. നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനും കേശവതീരം ആയുർവേദ ഗ്രാമം സ്ഥാപകനുമായ വിതുരമന വിഷ്ണു നമ്പൂതിരിയുടെ ചരമവാർഷിക ദിനാചരണം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്നു. വിതുരമന തറവാട്ടുകാരണവർ വിതുരമന ഈശ്വരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. സ്മൃതി സംഗമം നോവലിസ്റ്റ് CB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ഇവിടെയുള്ള കാലത്തോളം വിഷ്ണു നമ്പൂതിരി ഇവിടെ തന്നെ ഉണ്ടാകും. മഹത്തായ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി ആണ് നമ്മൾക്ക് വിഷ്ണു നമ്പൂതിരിയെ ഓർമ്മിക്കുന്നത്. ജീവിത നാടകത്തിൽ എത്രയെത്ര വേഷപ്പകർച്ചകളാണ് വിഷ്ണു നമ്പൂതിരി നിർവഹിച്ചത്. നമുക്ക് ആ ജീവിതരേഖ കാണുമ്പോൾ വായിക്കുമ്പോൾ അത്ഭുതവും അമ്പരപ്പും തോന്നും. ഇതേങ്ങനെ അത് ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ജീവിതത്തിൻ്റെ വഴികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ അധ്യക്ഷത വഹിച്ചു. OK നാരായണൻ സ്മൃതിഭാഷണം നടത്തി. ചടങ്ങിൽ വിതുരമന വിഷ്ണു നമ്പൂതിരി സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ M ഹരിദാസിന് കേശവതീരം ഡയറക്ടർ ലതാ വി അന്തർജനം സമ്മാനിച്ചു. കേശവതീരം ബിഷക് ശ്രീ പുരസ്കാരം ഡോക്ടർ VK ഉദയവർമ്മ, യുവ ബിഷക് പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് ആറ്റുപുറം, കാരുണ്യശ്രേഷ്ഠ പുരസ്കാരം ഉണ്ണി പുത്തൂർ എന്നിവർക്ക് നൽകി. 30 വയോജനങ്ങളെ ആദരിച്ചു. K ശശിധരൻ ഔഷധ സസ്യ വിതരണം ചെയ്തു. ഡോക്ടർ അശ്വതി വിതുരമന, ഡോക്ടർ തുളസി കേശവൻ എന്നിവർ ചാരിറ്റി പദ്ധതികൾ പ്രഖ്യാപിച്ചു. തുടർന്ന് യോഗായനം, സംഗീത സന്ധ്യ എന്നിവയുണ്ടായി. കവി കൃഷ്ണൻ നടുവലത്ത്, വാദ്യ പ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, പഞ്ചായത്ത് അംഗം K നീതു, പ്രശാന്ത് കണ്ണോം, ഇടൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ AV സാജൻ, KS ജയമോഹൻ, ഡോക്ടർ കേശവൻ വിതുരമന, രാമകൃഷ്ണൻ കണ്ണോം, M ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. യോഗായനം, സംഗീത നിലാവി എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയികളെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം സംഘടിപ്പിച്ചു. P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിച്ചു. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 സ്കോളർഷിപ്പ്, കലാകായിക മേഖലകളിലെ ഉന്നത വിജയികളെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം സംഘടിപ്പിച്ചു. P സന്തോഷ് കുമാർ MP വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിജയത്തിൻ്റെയും പിറകിൽ ധാരാളം മറ്റ് ഘടകങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മികച്ച ഒരന്തരീക്ഷം ഒരുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക്, നാട്ടിന് ഒരു വലിയ പങ്കുണ്ട്. കുട്ടികളെ ഈ നിലയിൽ ഉയർത്തിയെടുക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. M പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. M രാമകൃഷ്ണൻ, SV രമേശൻ, PP സീത, P സുരേഷ്, NP റീന, M അനിത, MV രാമകൃഷ്ണൻ, VV ബിജു, സ്മിത കാമ്പ്രത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെന്നിന്ത്യയിലെ പ്രമുഖ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരിലുള്ള ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുരസ്കാരം തൃക്കരിപ്പൂർ തങ്കയം സ്വദേശി ഡോക്ടർ സോമരാജ് രാഘവാചാര്യക്ക്. കൊല്ലത്ത് നടന്ന ചടങ്ങിൽ സിനിമാ താരം ജയറാമിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും സാമൂഹ്യ പ്രവർത്തനവും വാസ്തുശാസ്ത്ര താന്ത്രിക സേവനങ്ങളും പരിഗണിച്ചാണ് SP ബാലസുബ്രഹ്മണ്യം പുരസ്കാരം ലഭിച്ചത്. കൊല്ലം തേവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SPB ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരമാണ് സോമരാജ് രാഘവാചാര്യയെ തേടിയെത്തിയത്. കൊല്ലം ആശ്രാമം ശ്രീനാരായണ സാംസ്കാരിക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം ജയറാമിൽ നിന്നാണ് ഡോക്ടർ സോമരാജ് രാഘവാചാര്യ അവാർഡ് ഏറ്റുവാങ്ങിയത്. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന തിരമാല സിനാൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റായി 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഏപ്രിലിൽ പാലക്കാട് ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ശങ്കരാചാര്യ വിജയരത്നം ദേശീയ പുരസ്കാരവും ഡോക്ടർ സോമരാജ് രാഘവാചാര്യയെ തേടിയെത്തിയിരുന്നു. വാസ്തുശാസ്ത്ര താന്ത്രിക സേവനങ്ങളും മനുഷ്യാവകാശ സംരക്ഷണത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സീനിയർ ഡോക്ടർ സുരേഷ് K ഗുപ്തനിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. വാസ്തുശാസ്ത്രം, താന്ത്രികം, തച്ചുശാസ്ത്രം, സംഗീതം എന്നിവയിൽ ഗവേഷണം നടത്തിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കൊട്ടുംപുറത്തു നിന്നും
വീരശൃംഖല നൽകി വാസ്തുരത്ന കുലപതിയായി ആദരിക്കപ്പെട്ടിരുന്നു. കേരള സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡും ആചാര്യയെ തേടിയെത്തിയിരുന്നു. 45 വർഷക്കാലത്തിലേറെയായി കർമ്മങ്ങൾ ജീവിതചര്യയാക്കിയ സോമരാജ് ആചാര്യ വരും തലമുറയ്ക്കായി പഠന കേന്ദ്രങ്ങളും ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച സംഗീതജ്ഞനായിരുന്ന നമ്മുടെ SPB ബാലസുബ്രഹ്മണ്യ സാറിൻ്റെ ഒരു വലിയൊരു പുരസ്കാരം, SPB ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ വലിയൊരു പുരസ്കാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അത് നമ്മളെല്ലാവരും പ്രിയങ്കരനായ ജയറാം സാറിൻ്റെ കൂടെ അത് വാങ്ങാനും സാധിച്ചതിനും വളരെ വളരെ അഭിമാനിക്കുന്നു. മഞ്ജുളയാണ് ഭാര്യ. മക്കളായ സോജന ഡിജിത്ത് ഭരതനാട്യത്തിൽ കിൻസ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. മകൻ സുജിനേഷ് അബുദാബി എത്തിസലാത്തിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക സ്കൂളിന് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ബഹുരാഷ്ട്ര കമ്പനിയായ ലോജിടെക്കിന്റെ സഹകരണത്തോടെ സ്കൂളിന് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും നൽകി. ഹയർ സെക്കൻഡറി ലാബ് നവീകരണ പ്രൊജക്ടിന്റെ ഭാഗമായി 12 കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് CM ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോജിടെക് സീനിയർ ഡയറക്ടർ ശ്രീനിവാസ് പുതറജു, ജിഷ ജയരാമൻ, പൂജ മുഖർജി, ജിം റോബർട്ട്, PTA പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലത, ഹെഡ്മിസ്ട്രസ് സുലേഖ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് LP സ്കൂളിൽ യോഗയും സംഗീതവും ചേരുവകളാക്കി ജുഗൽബന്ദി ഒരുക്കി. ലോക സംഗീത യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ടോത്ത് ALP സ്കൂളിൽ യോഗയും സംഗീതവും ചേർത്ത് ജുഗൽബന്ദി ഒരുക്കി. ലോക സംഗീത യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗയുടെ പ്രാഥമിക പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകി. അതേ താളത്തിൽ വേദിയിൽ സംഗീതവും അലയടിച്ചു. തബലയുടെയും ഹാർമോണിയത്തിന്റെയും അകമ്പടിയോടെ ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ഷൈജു KP, തബലിസ്റ്റ് ജനാർദ്ദനൻ കണ്ടോത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അനൂപ് പയ്യന്നൂർ ഹാർമോണിയം വായിച്ചു. മാധ്യമപ്രവർത്തക സുധാ സുരേന്ദ്രൻ, കൃഷ്ണേന്ദു K എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ആലാപനത്തിൽ കുട്ടികളും പങ്കുചേർന്നു. PTA പ്രസിഡന്റ് K അനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. M വനജാക്ഷി, K സുജിൻകുമാർ, VV മധുസൂദനൻ, ഹെഡ്മിസ്റ്റേഴ്സ് PP സനില, M മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നളിനം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നളിനപ്രഭ പുരസ്കാരം ഡോട്ട് കലാകാരൻ സുരേഷ് അന്നൂരിനെ സമ്മാനിച്ചു. കേശവതീരത്ത് നടന്ന ചടങ്ങിൽ നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ പുരസ്കാരം സമർപ്പിച്ചു. പയ്യന്നൂർ നളിനം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നളിനപ്രഭ പുരസ്കാരം പുറശ്ശേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ഡോട്ട് കലാകാരനുമായ സുരേഷ് അന്നൂരിനെ നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ചെയർമാൻ പ്രമോദ് പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കേശവൻ വെതിരമന മുഖ്യാതിഥിയായി. OK നാരായണൻ നമ്പൂതിരി, അശോകൻ പുറശ്ശേരി, രാജേശ്വരി പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. രാമന്തളി വടക്കുംപാട് യുവജന കലാവേദിയുടെ കീഴിൽ വായനശാല ഗ്രന്ഥാലയം ആരംഭിച്ചു. മുൻ പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ C രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി വടക്കുംപാട് യുവജന കലാവേദിയുടെ കീഴിൽ ആരംഭിച്ച വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം മുൻ പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ C രാഘവൻ നിർവഹിച്ചു. ഏതായാലും ആ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത്. പിന്നെ ഏറ്റവും മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, അതും എന്റെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പൊ വായനശാലകളെല്ലാം ഇല്ലാതായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പുതിയൊരു വായനശാല തുടങ്ങുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അത്ഭുതം ഉണ്ടാക്കി. കലാവേദി പ്രസിഡന്റ് ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി, വാർഡ് മെമ്പർ നുസൈബ CP, വില്ലേജ് ഓഫീസർ M പ്രദീപൻ, നളിനി ടീച്ചർ, സുന്ദരൻ C, M പവിത്രൻ, K വിജയൻ, വിജീഷ് O,
ശ്രീജിമ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി വടക്കുംപാട് പ്രദേശത്ത് കഴിഞ്ഞ 40 വർഷമായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന സ്ഥാപനമാണ് വടക്കുംപാട് യുവജന കലാവേദി. ഒരു ഗ്രാമീണ വായനശാലയും അതോടൊപ്പം മികച്ച ഗ്രന്ഥാലയവും ഒരുക്കണമെന്ന കലാവേദി പ്രവർത്തകരുടെ ദീർഘകാലമായുള്ള ആഗ്രഹമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഗ്രന്ഥാലയമായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSSPU കയ്യൂർ ചീമേനി യൂണിറ്റ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ യോഗ പരിചയനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSSPU കയ്യൂർ ചീമേനി യൂണിറ്റ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ പരിചയവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ഒരു മുഖ്യ വിഷയമായി വരുന്നത് 2014 മുതൽ ആരംഭിച്ചത് 12ാമത്തെ ദിനമാണെന്ന് പറയാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത വേറെയുണ്ട്. അതും കൂടി ഈ 21 എന്ന് പറയുന്നത്, ജൂൺ 21 എന്ന് പറയുന്നത് നമ്മൾ ഭൗമശാസ്ത്രപരമായ വ്യത്യസ്തമായ ഒരു ദിവസമാണ്. ഭൂമിശാസ്ത്രം പഠിച്ചവരുണ്ടാവും. ഇന്ന് ഉത്തരായനാന്താണ്. സൂര്യന്റെ ഉത്തരായണം അവസാനിക്കുന്ന ഏറ്റവും നീണ്ട പകലുള്ള ഒരു ദിവസമാണ്. സ്വാഭാവികമായി യോഗയുമായി ബന്ധപ്പെട്ട് സൂര്യ നമസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇതുമായി ലിങ്ക് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ജൂൺ 21 അന്തർദേശീയ യോഗദിന ആചരണത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പി പത്മിനി അധ്യക്ഷത വഹിച്ചു. ഏഴിമല നാവിക അക്കാദമിയിലെ യോഗ അധ്യാപകൻ KE രവീന്ദ്രൻ ക്ലാസ് എടുത്തു. PV സുലോചന യോഗ പരിചയം നടത്തി. EV ദാമോദരൻ, CV രവീന്ദ്രൻ, P ലക്ഷ്മണൻ, ഒയോളം നാരായണൻ മാസ്റ്റർ, MV പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുന്നുംബ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുന്നുംബ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുന്നുംബ്രം ശ്രീ വൈദ്യനാഥേശ്വരം ക്ഷേത്രം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇത് സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ത്രിഫ്റ്റ് അല്ലെങ്കിൽ ലോൺ അതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതിന് പുറമെ മാതൃകാപരമായ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ജനകീയ പിന്തുണയോടുകൂടി മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക പറയുന്നത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല. ത്രിഫ്റ്റും ലോണും മാത്രമായി കൊണ്ടു നടക്കുന്നത് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം പോലെ തന്നെ ചില സ്ഥലങ്ങളിലെല്ലാം കുടുംബശ്രീയും അതുപോലെ തന്നെയാണ്. എങ്കിൽ കുടുംബശ്രീ രൂപീകരിച്ച് 1998 കുടുംബശ്രീ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം 99-2000 കൂടി ആരംഭിച്ചു. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ചെറൂട്ട രമേശൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. വാർഡ് മെമ്പർ സൗമ്യ PV, സംഘം സെക്രട്ടറി KM ബാബു, PV ദാമോദരൻ, KM രവീന്ദ്രൻ, വിജയൻ മംഗല്യ, വിമല KM, കുഞ്ഞികൃഷ്ണൻ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പയ്യന്നൂർ പട്ടണത്തിൽ വന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് പയ്യന്നൂരിലെ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ പീസ് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.